പാപി ചെല്ലുന്നിടമെല്ലാം പാതാളമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ജനപക്ഷം പാർട്ടി പിരിച്ചുവിട്ട് BJP-യിൽ ചേരുകയും മോഹിച്ച പത്തനംതിട്ട സീറ്റ് കിട്ടാതെയും വന്നപ്പോൾ കലിപ്പിലായ PC ജോർജിനെ കുറിച്ചുള്ള പരിഹാസ ട്രോളുകൾക്ക് ഒരു കുറവുമില്ല. തൻ്റെ സീറ്റ് പോയതിനു പിന്നിൽ വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയുമാണെന്ന് തട്ടിവിട്ടത് ജോർജിന് പുകിലായി. പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദയോട് പരാതിപ്പെട്ട തുഷാർ കോട്ടയത്ത് മത്സരിക്കണമെങ്കിൽ ഇതിനൊരു തീരുമാനമുണ്ടാകണമെന്ന് അന്ത്യശാസനം നൽകി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വാക്കുകളിൽ മിതത്വം പാലിക്കണമെന്ന് ജോർജിന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഇൻഡാസ് കൊടുത്തത്. ജോർജ് BJP-ക്ക് ഭാരമാകുമോ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ആശങ്ക. തവളയെപ്പോലെ വളർന്നതുകൊണ്ടായില്ലെന്നും വെള്ളാപ്പള്ളി കളിയാക്കി. ഇതിന് ജോർജ് മറുപടി പറഞ്ഞില്ല. പറഞ്ഞാൽ ചിലപ്പോൾ BJP തോണ്ടിയെടുത്ത് തോട്ടിൽ കളഞ്ഞാലോ? അത് പേടിച്ചായിരിക്കണം ജോർജ് കണ്ട മട്ട് ഭാവിക്കാഞ്ഞത്. സാധാരണ ഇതൊക്കെ കേട്ടാൽ പ്രതികരിക്കുന്ന ജോർജ് മിണ്ടാതിരിക്കണമെങ്കിൽ അതിന് തക്ക മുന്നറിയിപ്പ് കേന്ദ്രത്തിൽ നിന്നും ചിലപ്പോൾ കിട്ടിക്കാണും. അനിൽ ആൻ്റണിയെ പത്തനംതിട്ടയിൽ ആർക്കും അറിയില്ലെന്ന് ജോർജ് പറഞ്ഞതും BJP-ക്ക് അത്ര പിടിച്ചില്ലായിരുന്നു. പക്ഷേ അപകടം മണത്ത അനിൽ ആൻ്റണി നേരെ പോയത് ജോർജിൻ്റെ വീട്ടിലേക്കാണ്. ജോർജ് ലഡു നൽകി വിജയം ആശംസിച്ചു. പ്രചാരണത്തിന് താനും കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പും നൽകി. പോരെ, ഉറപ്പ് മാത്രമല്ല, ഇന്നലെ ഉത്സവം നടക്കുന്ന പത്തനംതിട്ട തൃപ്പാർ ക്ഷേത്രത്തിൽ ദർശനത്തിന് അനിൽ ആൻ്റണിക്കൊപ്പം PC ജോർജും എത്തുകയും ചെയ്തു. അതിൻ്റെ ട്രോൾ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. അനിലിനെ ജോർജ് തിലകമണിയിക്കുന്ന ഫോട്ടോ മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെയാണ് പ്രസിദ്ധീകരിച്ചത്. ഇതൊക്കെ കണ്ട ചില കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ കമൻറ്റ് ജോർജ് അടുത്തുകൂടിയത് സ്നേഹം കൊണ്ട് ഞെക്കിക്കൊല്ലാനാണെന്നാണ്. PC ജോർജ് അടുത്താലും അകന്നാലും വായ് പോയ കോടാലിയാണെന്നാണ്. ഏതായാലും ജോർജിൻ്റെ ഭാവി അനിൽ ആൻ്റണിയുടെ വോട്ട് പോലെ ഇരിക്കും. കഴിഞ്ഞ തവണ സുരേന്ദ്രൻ പിടിച്ച വോട്ട് അനിൽ ആൻ്റണിക്ക് കിട്ടിയില്ലെങ്കിൽ ജോർജിനും മകനും BJP-യുടെ പുറത്തേക്കുള്ള വഴി BJP-ക്കാർ തന്നെ കാണിച്ചു കൊടുക്കും.